പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ കോമഡി കാണുമ്പോ ചിരിക്കില്ല. അതെന്താ? ഭയങ്കര കുറവാ ചിരി എനിക്ക്. സ്കൂളിലൊക്കെ വെച്ചിട്ടേ ടീച്ചർമാർ എത്ര ചോക്കേറ് കിട്ടിയിട്ടുണ്ടോ അറിയാം എനിക്ക്. ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും, സ്വപ്നം കാണും. ചിലപ്പോൾ ഒരു നിമിഷം കൊണ്ട് ഞാൻ അമേരിക്കയിലൊക്കെ പോകും. അയ്യോ. ഇസ്തിരി ഇടുന്ന ഒരു പെണ്ണിന്റെ കഥ, പാവപ്പെട്ട ചേച്ചി. എന്നാ ഞാൻ പറ്റുമോ ചേച്ചി എന്ന് ചോദിച്ചാൽ, ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് ഈ ചേച്ചിയുടെ അനിയത്തിയായി ജനിച്ചാൽ മതി. ഞാൻ നന്ദി പറയുന്നത് ദൈവത്തോടല്ല, എൻ്റെ ചേച്ചിയോടാണ്. ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. എപ്പോഴെങ്കിലും സ്വന്തം ലൈഫായിട്ട് റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ? നമ്മളൊക്കെ അങ്ങനത്തെ ആൾക്കാരല്ലേ, ഫാമിലിക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് പറഞ്ഞു കൊടുക്കുമ്പോഴും ഇവര് അഭിനയിക്കുമ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട്. സ്വന്തം കാലിൽ നിൽക്കുക, അത്ര തന്നെ, അത്രേ ഉള്ളൂ. അതെ, ഉറപ്പായിട്ട് നിൽക്കണം. ഞാനെല്ലാം അറിഞ്ഞിട്ടല്ല ഇത് ചെയ്തത്. എനിക്ക് ശരിക്കും സീൻ ഡിവൈഡ് ചെയ്യാനും കൂടിയും സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ ഫ്രീ ആകുമ്പോൾ ബീനെ കിട്ടില്ല, ബീനെ ഫ്രീ ആകുമ്പോൾ എന്നെ കിട്ടൂല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വരാൻ പറ്റാത്തൊരു സ്ഥിതി വരുന്നു. ദേഷ്യം വരുമോ പെട്ടെന്ന്? ഒരുപാട് സഹിക്കും ഞാൻ. ചെയ്ത് കഴിഞ്ഞപ്പം നെക്സ്റ്റ് സുരാജിനോട് പറഞ്ഞ് തെസ്നി ചെയ്തതിന്റെ അതേ ഓപ്പോസിറ്റ് ആണ് ഇനി സുരാജിന് ചെയ്യാനുള്ളത്. അപ്പൊ അത് തെസ്നി ചെയ്തത് എന്തൊക്കെയാണ് നടന്നു വരുന്നല്ലേ. പറയാതിരിക്കാൻ വയ്യ, സന്ധ്യയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. Yes, Oxygen Year End Sale. ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. ഹലോ ആൻഡ് വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് തസ്നി ഖാൻ ആൻഡ് സന്ധ്യ അയ്യർ. വെൽക്കം. താങ്ക് യു തസ്നികത്ത. അപ്പൊ അന്ന് നമ്മൾ കണ്ടിട്ട് ഇപ്പൊ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും കണ്ടു. ഒരുപാട് സന്തോഷം ഏറ്റവും പുതിയ വിശേഷം അറിഞ്ഞതിൽ. തസ്നിത തന്നെ പറയാം, എന്താണ് നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം? ഇതൊരു പുതിയ വിശേഷമല്ല, എന്നാലും ഒരു പുതിയ വിശേഷം. അതെ അതെ, ഒരു ഷോർട്ട് ഫിലിം ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ശരിക്കും ഒരു 2 വർഷത്തോളമായി ഉണ്ടായിരുന്നു. അതിങ്ങനെ കാണാൻ വ്യൂവേഴ്സ് ഇല്ലാത്തൊരു വേറൊരു ചാനലായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ വ്യൂവേഴ്സ് വളരെ കുറവായിരുന്നു. അപ്പം നമ്മൾ ഓർത്ത് കുറച്ച് പ്രമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നവരൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ വിചാരിച്ചു ഇനി നമുക്ക് നല്ല പുതിയതായിട്ടൊന്ന് ഇതൊന്ന് പൊടി തട്ടിയെടുത്ത് കൂടുതൽ പേരിലേക്കൊന്ന് എത്തിക്കണം എന്നുള്ളൊരു മോഹം തോന്നി മനസ്സിൽ. അങ്ങനെ ആണ് നമുക്കത് ചെയ്യാനുള്ള പുറപ്പാടോടുകൂടി ഞങ്ങൾ ഇരിക്കുകയാണ് ഇപ്പോൾ. അതെ, ഞാൻ കണ്ടിരുന്നു. പറയാതിരിക്കാൻ വയ്യ, സന്ധ്യയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഒരു മോഡലാണെന്ന് എനിക്കറിയാം, ബട്ട് ഫസ്റ്റ് ടൈമാണ് ആക്ട് ചെയ്യുന്നതെന്ന് ഒരിക്കലും കണ്ടാലും പറയില്ല, അത്ര അടിപൊളിയായിരുന്നു. അപ്പൊ ഈ ഒരു റോൾ, നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ, ഇസ്തിരി. അതെ. അപ്പോൾ ഈ ഒരു എന്താ പറയാ, ആ ഒരു സ്റ്റാർട്ടിങ് പോർഷനൊക്കെ തേച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരു മോഡൽ ആയിട്ടുള്ള ആളുടെ ഒരു പോഷ് ലുക്കും ഇല്ലാണ്ട് ആ ഒരു ക്യാരക്ടറിനോട് ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്തല്ലേ, ഒരു സാധാരണക്കാരിയായിട്ട് പറയുന്ന പോലെ അതനുസരിച്ച് ചെയ്തു. ഞാനും സന്ധ്യക്ക് ഓരോ കാര്യങ്ങൾ സീൻ ബൈ സീൻ പറഞ്ഞു കൊടുക്കുമ്പോഴും അത് ഉൾക്കൊണ്ട് ഭയങ്കര ഡെഡിക്കേഷൻ ആയിരുന്നു പുള്ളിക്കാരി. തലേന്ന് തന്നെ ഹാഫ് ബ്ലൗസ് ഇതായിരുന്നു കോസ്റ്റ്യൂം. പക്ഷെ കുറച്ച് പഴയതുപോലെയുള്ള കോസ്റ്റ്യൂമാണെന്നുള്ളത്. അപ്പം അത് ഒക്കെ ഇട്ടിട്ട് പുള്ളിക്കാരി അതൊക്കെ റെഡിയാക്കി മാക്സിമം ഡള്ളാക്കാൻ ശ്രമിച്ചു. അപ്പം അത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പം മനസ്സിലായോ, ചിലവർക്ക് നമ്മൾ എത്ര പറഞ്ഞാലും അഭിനയിക്കാത്തവർ ഒരുപാട് പേരുണ്ടല്ലോ. ഇത് ഒന്നും അഭിനയിക്കാൻ ക്യാമറയുടെ മുമ്പിൽ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ആ ഒരു കുട്ടിക്ക് നമ്മൾ വന്നിട്ട് പറഞ്ഞു കൊടുക്കുമ്പം അതനുസരിച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ നമ്മളത് ശരിയാക്കി എടുത്തോണ്ട് അത് വിജയിക്കാൻ പറ്റി. ആ ക്യാരക്ടർ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. അതെ, ഈ ധാവണി അങ്ങ് ഇഷ്ടപ്പെട്ടോ ശരിക്കും? ജസ്റ്റ് വെറുതെ ഇന്നലെ വന്നതാ, വേറെ സാരിയാ ചെയ്തത്. ഞാൻ ഇതിനകത്ത് ഷോർട്ട് ഫിലിമിനകത്ത് കണ്ടപ്പോഴത്തേക്ക് ഫുള്ള് ധാവണിയൊക്കെ ഇട്ട് നാടൻ കുട്ടിയാ. മോഡലാന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മോഡേൺ ആയിട്ട് കാണാലോ എന്ന് വെച്ച് വന്നപ്പോഴത്തേക്ക് ആ ആള് തന്നെ സന്ധ്യ ഭയങ്കര മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്ന ഒരാളാണ്. അപ്പൊ ഇപ്പൊ ഞാനും പറഞ്ഞു ഇത് ധാവണിയിലാണല്ലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പറയേ, എങ്ങനെയുണ്ടായിരുന്നു തസ്നീത്തായിട്ട് വർക്ക് ചെയ്തിട്ട്? നമ്മള് ഒക്കെ പല ഷെയ്ഡ്സും കണ്ടിട്ടുണ്ട്, മജീഷ്യനായിട്ട് കണ്ടിട്ടുണ്ട്, ആക്ട്രസ് ആയിട്ട് കണ്ടിട്ടുണ്ട്, കോമഡി ഷോസ് ചെയ്യുന്നുണ്ട്, സീരിയൽ, സിനിമ എല്ലാം. ബട്ട് ഡയറക്ഷൻ ഫസ്റ്റ് ടൈം ആണ് ഓഡിയൻസ് കാണുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആസ് എ ഡയറക്ടർ വർക്ക് ചെയ്യാനായിട്ട്?
നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്താ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയ. അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല. ചൂട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും. ചൂട് സമയമായിരുന്നു. ഡയറക്ഷൻ മാത്രമല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നടന്ന ചേച്ചി തന്നെയാണ്. ഒക്കെ കാര്യങ്ങൾ സെറ്റിൽ എല്ലാ കാര്യങ്ങളും. പ്രൊഡ്യൂസറും കൂടിയാണ്. അതെ, അത് കാരണം നമ്മളിങ്ങനെ ഇപ്പോഴും ഇങ്ങനെ സംസാരിക്കാറുണ്ട് ഫോണിൽ കൂടെ. സംസാരിക്കുന്ന സമയത്ത് ചേച്ചി എന്തെങ്കിലും ചെയ്യണം, നമുക്ക് എന്തെങ്കിലും ലേഡീസിന്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കണ്ടന്റ് ഉണ്ട്, ഒരു ഇസ്തിരി ഇടുന്ന ഒരു പെണ്ണിൻ്റെ കഥ, പാവപ്പെട്ട. ചേച്ചി എന്നാ ഞാൻ പറ്റുമോ ചേച്ചി എന്ന് ചോദിച്ചത്. കാരണം അവള് മോഡൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്രയും ഡൗൺ വർത്ത് ആയിട്ടുള്ളൊരു ക്യാരക്ടർ അല്ലേ. അതെ അതെ അതെ. അപ്പം ഞാൻ പറ്റുമോ ചേച്ചി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റിക്കാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല, താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചു. ചേച്ചി എത്ര ബഡ്ജറ്റ് എങ്ങനെ വരുമെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് നോക്കാം, 2 ദിവസത്തെ വർക്കല്ലേ, ഷോർട്ട് ഫിലിം അല്ലേ, 2 ദിവസത്തെ 2 ദിവസം 10 മിനിറ്റ് നേരത്തെ കാര്യമല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ചെയ്യണമെങ്കിൽ നല്ല സെറ്റപ്പ് ചെയ്യണം, യൂണിറ്റ് കാര്യങ്ങൾ എല്ലാം, പ്രൊഡക്ഷൻ സൈഡ്, ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമല്ലോ. പിന്നെ ആർട്ടിസ്റ്റുകളുടെ നമ്മൾ വെറുതെ ആരും വിടാൻ പാടില്ല, എല്ലാവരും ഒന്ന് സന്തോഷിപ്പിച്ച് വിടണം. പിന്നെ ഒക്കെ മിക്കതും പുതുമുഖങ്ങളാണല്ലോ, കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാനാണെങ്കിൽ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന ആളാണ്, ഇന്റർനാഷണൽ സ്റ്റേഡിയം രാവിലെ. അപ്പം അവിടെ കുറേ അറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ കൂടിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതലും ഇതിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് സ്നേഹ എന്ന് പറയുന്ന ഒരു കുട്ടി അല്ലെ, സ്നേഹല്ലേ, അനിയത്തിയായിട്ട് അഭിനയിക്കുന്ന കുട്ടി ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ ബീന ആന്റണിയുടെ മനോജിന്റെ മകൻ ശങ്കരു മോനാണല്ലേ അനിയനായിട്ട് അഭിനയിച്ചത്. ഇവര് 3 പേരാണ് ശരിക്കും ആർട്ടിസ്റ്റ് എന്ന് പറയാനുള്ളത്. അവന്റെ ഒരു ഇമോഷണൽ സീൻ ഉണ്ടല്ലോ, കരയുന്ന പോർഷനൊക്കെ. ഞാൻ പാലോക്കും ചെയ്തു, എവിടെയോ പരിചയമുള്ളൊരു ഫേസ്, എന്ന് ആരാണെന്ന് മനസ്സിലായതുമില്ല. ഓക്കെ, ബീന ചേച്ചിയുടെയും മനുഷ്യരുടെയും മോനല്ലേ. ഓക്കെ. അപ്പം അവര് 3 പേരാണ് കാര്യമായിട്ട്, ഇവരാണ് മെയിൻ ആയിട്ട് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഞങ്ങള് പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആണ്, യൂട്യൂബിലേക്ക് ആകുമ്പോൾ നമ്മൾ പാട്ടൊക്കെ ഫ്രഷ് ആവണം. അത് പാട്ട് പാടാൻ ഒരു പുതിയൊരു കുട്ടീൻ്റെ പാട്ടൊക്കെ എഴുതി, കഥ പറഞ്ഞു കൊടുത്ത് പാട്ട് എഴുതി ഞങ്ങൾ റെക്കോർഡ് ചെയ്യിപ്പിച്ചു. ചെന്നൈയിൽ നിന്നാണ് ഇവിടുന്ന് എഡിറ്റ് ചെയ്തിട്ട് ചെന്നൈയിലാണ് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം അത് പ്രൊഫഷണൽ രീതിയിൽ തന്നെ ഞങ്ങൾ ചെയ്തു. അങ്ങനെ സന്ധ്യയുടെ ഡബിങ് എല്ലാം സെൽഫ് ആയിരുന്നു? എല്ലാം അല്ല, വേറെ ആള് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് അത്രയും ഒരു ഇത് കിട്ടാൻ, മോഡുലേഷൻ വരാനായിട്ട്. പക്ഷെ നല്ല സിങ്ക് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു സെൽഫ് ഡബിങ് ആയിരിക്കും. ആദ്യം വേറെ ആളെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അത് സിങ്ക് ആവാത്തതുകൊണ്ട് വേറൊരു കുട്ടിയെ വെച്ചിട്ട് പിന്നെ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ നമ്മൾ നോക്കണം, ശ്രദ്ധിക്കണമല്ലോ നമ്മളെ കാര്യങ്ങളൊക്കെ. അതെ, ഇത് ഫസ്റ്റ് ടൈം ചെയ്യാണ്. ഫസ്റ്റ് ഷോട്ട് ഫസ്റ്റ് ടേക്കിൽ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നോ? ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു, ഭയങ്കരമായിട്ട്. ഞാൻ സന്ധ്യയോട് പറഞ്ഞു, സന്ധ്യ അഭിനയിക്കരുത്, ബിഹേവിങ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം പറഞ്ഞു തന്ന പോലെ കണ്ണാ എന്ന് വിളിക്കുമ്പോൾ അത് ആർട്ടിഫിഷ്യൽ തോന്നണ്ട, വെറുതെ അങ്ങ് കണ്ണാ. നമ്മൾ വീട്ടിൽ കണ്ണനെ എങ്ങനെ വിളിക്കും, അനിയനെ എങ്ങനെ വിളിക്കും, അതുപോലെ ചെയ്താൽ മതി തോന്നുന്നു. അപ്പം പിന്നെ അതനുസരിച്ച് പിന്നെ ഒക്കെ അങ്ങനെ ആയിരുന്നു. ഈ സ്വന്തം ഫാമിലീനെ ഇത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത ഒരു പെൺകുട്ടിയുടെ ഇതായിരുന്നല്ലോ. എപ്പോഴെങ്കിലും സ്വന്തം ലൈഫായിട്ട് റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു? നമ്മളൊക്കെ അങ്ങനത്തെ ആൾക്കാരല്ലേ, ഫാമിലിക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്, ഫാമിലിക്ക് വേണ്ടി. പിന്നെ അത്രയും നമ്മൾ ഈ ക്യാരക്ടറിനനുസരിച്ച് കഷ്ടപ്പാടില്ല എന്ന് മാത്രം, പക്ഷെ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള കഷ്ടപ്പാടുകൾ. എല്ലാവരും വിചാരിക്കും ഇപ്പം ഓക്കെ അവരൊക്കെ ആർട്ടിസ്റ്റുകളല്ലേ, എപ്പോഴും AC-ലല്ലേ, ഒന്നും ഇല്ലല്ലോ, പുത്തം ഉടുപ്പിടാം. പക്ഷെ അങ്ങനെ അല്ലല്ലോ. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തന്നെയാണ്. നമ്മൾ അടുക്കളയിൽ കയറും, ജോലി ചെയ്യും, പാത്രം കഴുകും, വാഷിംഗ് മെഷീനിൽ തുണിയിടും, സെർവൻ്റ് ഉണ്ടായാലും, സെർവൻ്റ് എന്ന് പറയുമ്പോൾ സ്ഥിരമല്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ ഒട്ടും വയ്യാത്ത സമയങ്ങളുണ്ടാവും, ഷൂട്ടിംഗ് തിരക്കുകളുണ്ടാവും. ആ സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വരും. അല്ലാതെ നമ്മൾ തന്നെയാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇപ്പൊ സന്ധ്യ ആയാലും, ഇപ്പൊ സന്ധ്യക്ക് സ്ഥാപനമൊക്കെ ഉള്ള ഒരു ബിസിനസ് ലേഡിയും കൂടിയാണ് സന്ധ്യ. സ്വന്തമായിട്ട് അല്ലേ, പാർലറൊക്കെ ഉണ്ട്, 3 എണ്ണം ഉണ്ട്. എന്നാലും സന്ധ്യയുടെ വീട്ടിൽ പോയാൽ സന്ധ്യ തന്നെയാണ് അവിടെ സന്ധ്യക്ക് ആവശ്യമുള്ളത് കുക്ക് ചെയ്തെടുക്കുന്നതും ഒക്കെ വൃത്തിയാക്കുന്നതും നീറ്റ് ആക്കുന്നതൊക്കെ പുള്ളിക്കാരി തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഇപ്പം ഈ നമ്മുടെ ജോബ് നോക്കുകയാണെങ്കിലേ, ഈ പറയുന്ന ആക്ടിങ് ഒക്കെ ആണെങ്കിലേ നമുക്കൊരു ഗവൺമെന്റ് ജോലി പോലെ സ്ഥിരമായിട്ടുള്ളതല്ല. നമുക്കിപ്പോ ഒരു അടുപ്പിച്ചിപ്പോ 2 മാസം ഷൂട്ടില്ലാതിരുന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെസ് വേറെ അല്ലേ. അപ്പൊ ഇതിനും അത്രത്തോളം സ്ട്രെസ് ഉണ്ട്. വർക്ക് ചെയ്യുമ്പോഴും ഹാർഡ് വർക്ക് ഈസ് ഹാർഡ് വർക്ക് അല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ അതാണെങ്കിൽ ഞാനത് ആലോചിച്ചത്, ഞാൻ ഇത്രയ്ക്ക് ഇപ്പൊ ഇതുപോലെ ഡയറക്റ്റ് ചെയ്ത സമയത്ത് ഇതേപോലൊരു സ്ട്രോങ് വുമൻ ആണല്ലോ. അപ്പൊ ഞാൻ ആലോചിച്ചു സ്വന്തം ലൈഫായിട്ടും റിലേറ്റബിൾ ആയിട്ട് തോന്നിക്കാണേ. ഒരുപാട് പറഞ്ഞു കൊടുക്കുമ്പോഴും ഇവര് അഭിനയിക്കുമ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട് ക്യാമറന്റെ പുറകുന്ന്.
കാരണം അത്രയും വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം ഒരു സ്വന്തം അനിയത്തിക്ക് വേണ്ടിയിട്ടൊരു ചേച്ചി അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ, കുടുംബത്തിന് വേണ്ടി ചെയ്യാന്ന് പറയുമ്പോൾ അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്നാണ് ആഗ്രഹം അല്ലേ. അപ്പം അതൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ സിസ്റ്റർ ഇപ്പോൾ രക്ഷപ്പെട്ടു, നല്ല കുടുംബമായിട്ട് ജീവിക്കുന്നു. അപ്പം അതിൻ്റെ പുറകിൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടല്ലേ നമ്മുടെ സിസ്റ്ററെ നമ്മൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതും ഇതൊക്കെ ഏകദേശമൊക്കെ സാമ്യമുണ്ട്. ഇപ്പൊ സമൂഹത്തിൽ നോക്കുകയാണെങ്കിലും ഇതേപോലെ ഒരുപാട് സിബ്ലിങ്സ് ഉണ്ട്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ചിലപ്പം ഈ കൂടപ്പിറപ്പുകളൊക്കെ രക്ഷപ്പെട്ടു പോകുമ്പോൾ ഇവരെ നോക്കാത്ത ആളുകളും ഉണ്ട്. അതുണ്ട്, നോക്കുന്നവരുണ്ട്, നോക്കാത്തവരുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ സിസ്റ്റർ എന്നെ ഭയങ്കര കാര്യമാണ്, ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്തും. എൻ്റെ കണ്ണിന്ന് ഒരു തുള്ളി കണ്ണീര് വന്നാൽ അവൾ വയലൻ്റ് ആവും. ആരാണ് കരയിപ്പിച്ചതെന്ന് ചോദിക്കുക. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പിള്ളേരായാലും മേമ എന്ന് പറഞ്ഞ വലിയൊരു ക്യാരക്ടർ. അതേപോലെ നമുക്ക് അപൂർവം ചില ഫ്രണ്ട്സ് ഉണ്ട്, എന്തുണ്ടെങ്കിലും പറയാനും. ഇപ്പം എന്തെങ്കിലും ഒരു വിഷമം വന്ന് സന്ധ്യ വിളിക്കാനെ സമയത്ത് ചേച്ചി എന്താ ചേച്ചി പറ, ചേച്ചിക്ക് സിസ്റ്റർലി ബോണ്ട് ഇവിടെ ഉണ്ട്. അയ്യോ ഒന്ന് മൂളിയാ മതി, വയലന്റ് ആവുള്ളൂ. ചേച്ചി പറ, ആരാണ് ചേച്ചിനെ വിഷമിപ്പിച്ചത്? അങ്ങനെയല്ലേ ഈ പറയുന്ന ശരിക്കും ഒരു സിബ്ലിങ്സ് ബോണ്ട് ഇവിടെ ഉണ്ട്. എല്ലാവരോടും അല്ല, നമുക്ക് അടുത്ത ആളുകളോട്. സന്ധ്യ എല്ലാരോടും ഒന്നുമില്ല, റേറെ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു സന്ധ്യയെ വെച്ചിട്ട്. കാരണം അവളുടെ കാര്യം നോക്കി സമയത്ത് കറക്റ്റ് 2 ദിവസം കൊണ്ട് തീർക്കണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം. വലിച്ചു നീട്ടരുത്, ആരെയും ബുദ്ധിമുട്ടിക്കേ. അതുകൊണ്ട് കാരണം ക്യാഷ് ചെലവാക്കുന്ന ആള് ഇതാണ്. അപ്പം നമുക്ക് ആ ആൾക്ക് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ആക്കണം വർക്കിന്റെ കാര്യത്തിൽ. അവള് ഹാപ്പിയാണ്, കാരണം നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അതുകൂടാണ്ട് വലിയ കാശൊന്നും ആയിട്ടില്ല, സന്ധ്യയെ സംബന്ധിച്ച് വലിയ പൈസയൊന്നും ആയിട്ടില്ല. പക്ഷെ നമുക്കത് തിരിച്ചു പിടിക്കാൻ നമ്മൾ എന്തായാലും അതിനാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അതെ 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 അതെ. ഇപ്പൊ ഒരു 100 രൂപയാണെങ്കിലും അതിന് അതിന്റെ വാല്യൂ ഉണ്ട്. സന്ധ്യയെ സംബന്ധിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. നല്ലതല്ലേ സ്ത്രീകൾ ഒക്കെ ആണെങ്കിലും അതുപോലെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നത് നല്ല കാര്യമാണ്. അതെ, ശരിക്കും പറഞ്ഞാല് ഒരു ബിസിനസ് ഒക്കെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞത് എന്തായിരുന്നു ബിസിനസ്? 3 ഷോപ്പുണ്ട്, പാർലർ ഉണ്ട്. അപ്പൊ 3 ഒക്കെ ഒരുമിച്ച് നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹസ്ബൻഡും കൂടി കുഴപ്പമില്ലാണ്ട്. അതെ, ഒരു സപ്പോർട്ടിങ് ഹസ്ബൻഡ് അല്ലേ പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതത്ര ഈസി അല്ല. ഈ പുതിയതായിട്ട് വരുന്ന ബിസിനസ് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഓണ്ടർപ്രനർ ആകണം എന്ന് ആഗ്രഹമുള്ള ഗേൾസിന്റെ അടുത്ത് അല്ലെങ്കിൽ വുമൻസിന്റെ അടുത്തൊക്കെ എന്താ പറയാനുള്ളത്? സ്വന്തം കാലിൽ നിൽക്കുക, അത്ര തന്നെയാണ്. അത്രേ ഉള്ളൂ. അതെ, ഉറപ്പായിട്ട് നിൽക്കണം. ആരുണ്ടെന്ന് പറഞ്ഞാലും, അച്ഛൻ ആരുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ സ്വന്തം. സന്ധ്യയുടെ പാർലറിൽ കൂടുതലും ലേഡീസ് തന്നെയാ ആണ്, യൂണിസെക്സ് അല്ല. യൂണിസെക്സ് ആണ്, പക്ഷെ കൂടുതലും ലേഡീസ് ആണ്. അങ്ങനെ ജെൻസിനെ മാറ്റി നിർത്തിയിട്ടും അങ്ങനെയൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും അല്ല. ജെൻസ് വരുമ്പോ ജെൻസിനുള്ള ട്രീറ്റ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്. ലേഡീസ് വരുമ്പോ ഈ ഒരുപാട് ഇമോഷണൽ രീതിയിലൂടെ പോകുന്ന ഒരു മൂവിയാണല്ലോ, ഷോർട്ട് ഫിലിം ആണല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തു പോയ സീൻ ഏതായിരിക്കും? ലാസ്റ്റ് ജീപ്പിൽ പോണില്ലേ, എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ഒന്നുമില്ലാണ്ട് പോകുമ്പോ സന്ധ്യ ആദ്യമൊക്കെ ഗ്ലിസറിൻ തേക്കുമായിരുന്നു, ലാസ്റ്റ് ക്ലൈമാക്സ് ആയപ്പോ സന്ധ്യക്ക് ഗ്ലിസറിൻ വേണ്ട. പിന്നെ അങ്ങനെ ശങ്കുരുവിനെ ചേർത്ത് പിടിക്കില്ല, അതൊക്കെ ശരിക്കും കരഞ്ഞതാ. സിബ്ലിങ്സ് ഉണ്ടോ? ചേട്ടന്മാര്. അപ്പൊ കുഞ്ഞനിയത്തിയാണ്. അതെ, അപ്പൊ ഇത്തവണ ഒരു ചേച്ചി ആവാനുള്ള ഭാഗ്യം കിട്ടി. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ കാണാൻ പോകുന്നപ്പോ നിങ്ങൾ സിബ്ലിങ്സ് എല്ലാം ഒരുമിച്ചായിരിക്കും ഒരു പ്രിവ്യൂ ഒക്കെ, തിയേറ്റർ പ്രിവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ കാണാനായിട്ട് പോകുന്നത്? ഉറപ്പായിട്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എങ്ങനെ നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്? ആ സ്റ്റോറി എന്താണ്? ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത് ഇതേപോലെ ഒരു ഷോപ്പിൽ വന്നിട്ട്, സന്ധ്യയുടെ പാർലറിൽ ഞാൻ ഒരു ദിവസം പോയപ്പം അങ്ങനെ തെസ്നി ചേച്ചി ഭയങ്കര സന്തോഷം വന്നതിൽ എന്നൊക്കെ പറഞ്ഞു. എന്നെ വന്ന് ഒരുപാട് എന്നോട് ഭയങ്കര കാര്യമായിരുന്നു. പിന്നെ അതങ്ങനെ വിട്ടു. പിന്നെ ഇടയ്ക്കൊക്കെ കാണും, പിന്നെ അതൊരു പിന്നത് സംസാരിച്ചൊരു സൗഹൃദമായി. എല്ലാരോടും പെട്ടെന്ന് ക്ലോസ് ആവും. പിന്നെ സന്ധ്യയുടെ കുറച്ച് നല്ല ഫ്രണ്ട്സ് വലയങ്ങൾ എന്റേതും കൂടി ഫ്രണ്ട്സാ. കോമൺ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് കുറച്ച് റയറായുള്ളൂ ഉണ്ട്. അപ്പം അവരിൽ നിന്ന് സന്ധ്യ എന്നെ കുറിച്ചുള്ള അഭിപ്രായം കേൾക്കും, ഞാൻ അവരിൽ നിന്ന് സന്ധ്യയെ കുറിച്ചുള്ള അഭിപ്രായം കേട്ടു. അപ്പം ഞങ്ങൾക്ക് അതൊരു ഭയങ്കര ഇഷ്ടത്തിലേക്ക് പോയി. ഒരു പാർലറൊക്കെ ഉള്ള ഒരു ആളാണ്. അപ്പൊ നമുക്ക് പൊതുവേ ഈ ബ്യൂട്ടി മേഖലയായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളെ ഫ്രണ്ടായിട്ട് കിട്ടുമല്ലോ. ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാൽ തന്നെ നമ്മളിങ്ങനെ 100 കാര്യങ്ങൾ ചോദിക്കുമല്ലോ, ബ്യൂട്ടി റിലേറ്റഡ് ടിപ്സ് ഒക്കെ. എങ്ങനെ ടിപ്സ് ഒക്കെ തരുന്ന കൂട്ടത്തിലാണോ?
ഇല്ല, ഞാൻ സാധാരണ ബ്യൂട്ടി പാർലറിൽ അങ്ങനെ സാധാരണ എനിക്ക് ടിപ്സ് ഒക്കെ തരും. ഞാൻ ബ്യൂട്ടി പാർലറിൽ അധികം പോണ ആളല്ല, കാരണം നമ്മൾ ക്ലിനിക്കുകളിലാണ് സാധാരണ ഡോക്ടേഴ്സിന്റെ ക്ലിനിക്കിൽ നമ്മൾ മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നൊക്കെ ഒരുപാട് ഡാമേജും കാര്യങ്ങളൊക്കെ വരുന്ന. അപ്പം ശരിക്കും പാർലറിലേനും നല്ലത് ബ്യൂട്ടി ക്ലിനിക്കുകളാണ്, ഡോക്ടേഴ്സ് ഉള്ള. അപ്പം അവിടെയാണ് ഞാൻ സാധാരണ പോവാറ്. പിന്നെ സന്ധ്യയുടെ ഒക്കെ പാർലർ എന്ന് പറയുന്നത് ഹെയർ കട്ടൊക്കെ അടിപൊളിയാണ് അവിടുത്തെ. അടിപൊളി ഹെയർ ആണ് കൂടുതൽ, സ്കിന്നിനേക്കാളും കൂടുതൽ. സ്കിന്നല്ല, ഫുൾ ഹെയർ അടിപൊളിയാണത്. അപ്പൊ അങ്ങനെയാണ്, ആ സെക്ഷനാണ് ഇവർ കൂടുതലുള്ളത്. തസ്നിത ഈ ഒരു ഡയറക്ഷനിലോട്ട് ഇത്രയും കാലം ഒരുപാട് ആഗ്രഹിച്ചിരുന്ന് വന്നതാണോ? അങ്ങനെ വലിയ ആഗ്രഹം ഡയറക്റ്റ് ചെയ്യണമെന്നൊന്നും ആഗ്രഹമില്ല. നമ്മുടെ ജോലി അഭിനയമാണ്, അഭിനയിക്കാൻ 10 പൈസ കിട്ടാ പോകുക, ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കണ്ടന്റ് എൻ്റെ കയ്യിൽ ഉണ്ടായപ്പോൾ ഞാൻ ജയരാജും ഷിനോദ് മലയാറ്റൂരാണ് എൻ്റെ സ്ക്രിപ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ തിരക്കഥ എഴുതിക്കോളൂ, ഇതാണ് സംഭവം. ആയിക്കോട്ടെ തസ്നീത്ത എന്ന് പറഞ്ഞ് അവർക്ക് റൂം എടുത്ത് കൊടുത്ത് അവരവിടെ ഇരുന്ന് 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് റെഡിയാക്കി. അപ്പൊ സന്ധ്യ പറഞ്ഞു, നമുക്ക് പ്രൊഡ്യൂസും ചെയ്യാം തസ്നീത്ത എന്ന് പറഞ്ഞു. അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ഒരാളുള്ളത് വലിയ കാര്യം. പിന്നെ അങ്ങനെ നമ്മൾ വന്നതാണ്. അപ്പൊ ഒരെണ്ണം ഇനിയിപ്പോ ഒരു ഡയറക്ടർ അങ്ങനെ ആവണം എന്നല്ല എനിക്ക് ആഗ്രഹമൊന്നുമില്ല. കാരണം നമ്മൾ ശരിക്കും ഡയറക്ടർമാരെ സ്തുതിക്കണം. നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഫുൾ ഷൂട്ട് ചെയ്യുന്നതിലും കൂടുതൽ നമുക്ക് ഇതിന്റെ കോ പ്രൊഡക്ഷനാണ്. അയ്യോ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിങ്, എഡിറ്റിംഗ്, മിക്സിങ്, ഇതിന്റെ ഒക്കെ കൂടെ നമ്മൾ ഇരിക്കണം. പിന്നെ നമുക്ക് നല്ലൊരു അസോസിയേറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാനേ എല്ലാം അറിഞ്ഞിട്ടല്ല ഇത് ചെയ്തത്. എനിക്ക് ശരിക്കും സീൻ ഡിവൈഡ് ചെയ്യാനും കൂടി സത്യം പറഞ്ഞാൽ അറിയില്ല. എനിക്കറിയാം അത് എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലുണ്ട്. അതാണ് കാരണം ഞാൻ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തെങ്കിലും ഞാനിങ്ങനെ നോക്കാറുണ്ട്, ഡയറക്ഷൻ സൈഡൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം എനിക്കറിയാം ഒരു സീൻ എങ്ങനെ വരണം. അപ്പം നല്ലൊരു ജോമോൻ എന്ന് പറഞ്ഞൊരു അസോസിയേറ്റിന് എനിക്ക് കിട്ടി. അവനോട് കൂടുതൽ ക്രെഡിറ്റ് അവനും കൊടുക്കണം. കാരണം ജോമോനെ ഈ സീന് ഇസ്തിരിട്ട് കഴിഞ്ഞ് മോനെ വിളിച്ച് ഒരു താത്ത അവിടെ നിന്ന് വന്ന് സംസാരിക്കുന്നു എന്ന് ഇത്രയും എനിക്ക് നല്ല രീതിയിൽ കിട്ടണം എന്ന് പറയുമ്പോൾ അവനത് ഷോർട്ട് ഡിവൈഡ് ചെയ്ത് തരും. സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ശരി, ഓക്കെ തസ്നീക്ക് ഇത്ര കിട്ടിയാൽ പോരെ, അത് മതി എനിക്ക്. അപ്പം ഞാൻ മോണിറ്ററിൻ്റെ മുമ്പിൽ ഇരുന്നാൽ അത് കറക്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ ജോമോൻ്റെ ഹെൽപ്പ് ഒരുപാട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതെ, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പല ഇതേപോലെ ഡയറക്ടേഴ്സൊക്കെ അവരുടെ മനസ്സിലുള്ളൊരു സീൻ കാണും, പലരും ഡ്രോ ചെയ്ത് വെക്കുന്നത് പോലെ ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ ഒരു സീൻ വേണം, അതെ അങ്ങനെ എഴുതാതെ ഡ്രോ ചെയ്ത് വെക്കുന്ന ഭരതൻ സാറൊക്കെ പണ്ടൊക്കെ വരച്ചു വെക്കും. അതാ ഞാൻ പറഞ്ഞത്, വരയ്ക്കും സീൻ ഇങ്ങനെയാണ്, എങ്ങനെ ഇരിക്കണം എന്ന്. നമുക്ക് അങ്ങനെ അത്ര വലിയ ആൾക്കാരൊന്നുമില്ലല്ലോ, നമ്മളൊന്നും ആയിട്ടില്ല സിനിമയിൽ. പക്ഷെ നമുക്കറിയാം ഇതിങ്ങനെ കിട്ടിയാൽ നന്നായിരിക്കും. നമ്മൾ എക്സ്പീരിയൻസ് കുറെ കണ്ടിട്ടുള്ള അത് നല്ലൊരു അസോസിയേറ്റിനെ കിട്ടുകയാണെങ്കിൽ ആർക്കും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ഐഡിയാസ് നമുക്ക് വേണം കേട്ടോ. ഇതുപോലെ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ കൂടെ സീരിയലിലും സിനിമയിലുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒത്തിരി പേരുടെ മുഖം മനസ്സിലൂടെ വന്നു. തീർച്ചയായിട്ടും, അയ്യോ തീർച്ചയായിട്ടും. അങ്ങനെ അതെ, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ സിനിമ ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ നല്ലൊരു അസോസിയേറ്റ് വേണം, നല്ല കഥ വേണം, അത് പൊട്ടിപ്പോവരുത്. ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റൂല, എല്ലാവരും അല്ല, ഒരു കൂട്ടായ്മയാണ്, ഒരു ടീം വർക്കാണിത്. എന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും അതിൽ ഒരാൾ എന്തെങ്കിലും താളപ്പിഴവ് ഉണ്ടായി കഴിഞ്ഞാൽ അത് കഷ്ടാവും. ഈ അതേപോലെ തന്നെ 10 മിനിറ്റില്, അതായത് ഒരു കുഞ്ഞു കഥ ഒരുപാട് ലാഗ് ഒന്നും ആക്കാണ്ട് കറക്റ്റ് വേണമെങ്കിൽ അത് അരമണിക്കൂറാക്കാം. പിന്നെ അല്ലേ, അതൊരു 10 മിനിറ്റിൽ അത് സംഭവം നിർത്തി, അത് തന്നെ ആള് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരോട് കാണിക്കുന്ന ഒരു ഭയങ്കര നല്ല കാര്യം. അതായത് അവരെ ഇട്ട് മുഷിപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല, ഉള്ള കഥ 10 മിനിറ്റില്. അത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു, എനിക്ക് വലിച്ചു നീട്ടരുത്, എന്റെ സാധനം ഇതിലും കുറക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ നമുക്കത് പറ്റിയിരുന്നില്ല. ഞാൻ നോക്കി എഡിറ്റ് സമയത്ത് 10ലും കുറച്ചുകൂടി കുറക്കാൻ, എന്നാലും നമുക്ക് വ്യൂവേഴ്സിനെയും കിട്ടുള്ളൂ. അവർ കുറെ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ ആരും കാണില്ല. അപ്പൊ അതിലും കുറക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അതിൽ കുറയ്ക്കാനൊന്നും ഉണ്ടായില്ല എഡിറ്റ് സമയത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അതെ, സന്ധ്യ ഇനി ഇപ്പോൾ ഒരു ഡെബ്യൂ ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, ഇനി ആക്ടിങ്ങിലോട്ട് പോകാനുള്ള ഒരു ധൈര്യം കിട്ടിയോ? ഇനി കണ്ടിന്യൂസ് നോക്കാം? ഇപ്പോഴൊന്നും ചെയ്യില്ല. ചേച്ചി എപ്പോഴും പറയും സിനിമ ചെയ്യണമെന്ന്. സമയമില്ല, സമയം കിട്ടുന്നില്ല. ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു തവണ കാണുന്ന ആള് മറക്കത്തില്ല അല്ലേ, ഒരു യുണീക്ക് ആയിട്ടുള്ള വേറെ ലുക്കാ പുള്ളിക്കാരി. മലയാളി ഒരു ഇതല്ല. ഞാൻ കരുതി മലയാളി അല്ലാന്നാ ഞാൻ കരുതിയത്. എല്ലാരും പറയാറുണ്ടോ? എല്ലാരും പറയാറുണ്ട്. എന്താ കൂടുതൽ കിട്ടുന്ന കമന്റ്? മലയാളി അത്രക്കല്ല, ഞാൻ UK സിറ്റിസൺ ആയിരുന്നു. ആണോ? ഓക്കെ, അവിടെയായിരുന്നു.
ആയിരുന്നു, ഞങ്ങൾ തമിഴ് ബ്രാഹ്മിൺസാ. ഓക്കെ. ഇപ്പൊ ഇവിടെ വന്ന് മലയാളമൊക്കെ നന്നായിട്ട് പറയും. ഇപ്പൊ മലയാളിക്കാളും നന്നായിട്ട് ഞാൻ മലയാളം പറയും. കൊച്ചിയിൽ തന്നെ ഇപ്പൊ സെറ്റിലാണ്. അതെ അതെ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളത് കാണാനും പരിചയപ്പെടാനും എല്ലാം ഒരു പ്രീ പ്ലാൻഡ് പോലെ അല്ലേ? ഒരു നിമിത്തം. തീർച്ചയായിട്ടും. ചേച്ചി എപ്പോഴും സിസ്റ്റർ പോലെയല്ല, സിസ്റ്റർ ആണ്. എന്തുണ്ടെങ്കിലും വിളിച്ച് സംസാരിക്കാം. നമുക്ക് ഓടി വരും എപ്പോഴും തന്നെ. ഇനി ഞങ്ങളുടെ മനസ്സിലുണ്ട് ആൽബങ്ങളുണ്ട് ചെയ്യണമെന്ന്, ഷോർട്ട് ഫിലിം തന്നെ നല്ലത് ചെയ്യണം എന്ന്. ഇപ്പൊ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞൊന്നും വേണ്ട, പതുക്കെ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മള് നമ്മുടേതായ ഒരു ചെറിയൊരു കൂട്ടായ്മയിൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് തസ്നീത്താനെ ഇന്റർവ്യൂ എടുക്കുന്ന കാര്യം എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോ എന്നോട് ആദ്യം ചോദിച്ചത് തസ്നീത്ത് ഇപ്പൊ വ്ലോഗ് ഞങ്ങൾക്ക് തസ്ബീൻസ് വ്ലോഗ് ഉണ്ടായിരുന്നു. അതിപ്പോ അതെന്ന് വെച്ചാൽ ഞാൻ ബിസി ആവുമ്പോ ബീന എന്നെ കിട്ടില്ല, അല്ല ഞാൻ ഫ്രീ ആകുമ്പോ ബീനയെ കിട്ടില്ല, ബീന ഫ്രീ ആകുമ്പോ എന്നെ കിട്ടൂല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വരാൻ പറ്റാത്തൊരു സ്ഥിതി വരുന്നു. അപ്പൊ പിന്നെ നല്ല നല്ല കണ്ടന്റ് ഇല്ലാണ്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. എന്നോട് ചോദിച്ചത് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ശരിയാണല്ലോ, ഞാൻ വിട്ടുപോയ സംഭവമാണ്. പുള്ളിക്കാരത്തി എന്നോട് ചോദിച്ചു, എന്റെ ഫ്രണ്ട് എന്നോട് ചോദിച്ചു. അപ്പൊ ആളുകൾക്ക് ഇഷ്ടമുണ്ട് സംഭവങ്ങളൊക്കെ കാണാനായിട്ട്. നമുക്ക് കുറെ ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വരാൻ പറ്റുന്ന ഒരു അവസരം വരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ നിന്ന് പോയത്. ഇനി എന്താ നെക്സ്റ്റ് പുതിയ കഥകൾ എന്തെങ്കിലും മനസ്സിൽ? കഥകൾ 2-3 ഉണ്ട്, ചെറിയ ചെറിയ നല്ല ഷോർട്ട് ഫിലിമിന് പറ്റിയ ത്രെഡ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു സമയം കിട്ടണം. സമയം കിട്ടി അത് ഇരുന്ന് ആലോചിച്ച്, ഇതുപോലെ എന്തായാലും ഇസ്തിരി ഒരു നല്ല അഭിപ്രായം കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഇസ്തിരി കഴിഞ്ഞ് ഇനി കുറച്ച് കഴിയട്ടെ. സന്ധ്യയുണ്ട്, സന്ധ്യ റെഡിയാണ്. സന്ധ്യ ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും പ്രൊഡ്യൂസേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ചെയ്യും. അങ്ങനെ. അതെ, ഈ ഒരു ഇമോഷണൽ ഒരു സെന്റിമെന്റൽ ഒരു ഷോർട്ട് ഫിലിമാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി ഇരിക്കുന്ന സ്റ്റോറീസ് ഒക്കെ എങ്ങനെയാണ്? അല്ല, അതൊക്കെ നമുക്ക് ഇതേപോലെ കുറച്ച് വിഷമം തരത്തില് ലാസ്റ്റ് ഒരു സന്തോഷം വരുന്ന കോമഡി അല്ല. ഇല്ല, ഞാൻ കോമഡി ചെയ്യെങ്കിലും എനിക്ക് അങ്ങനെ കോമഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. എനിക്കിഷ്ടമല്ല. എനിക്ക് എപ്പോഴും ആൾക്കാരുടെ മുമ്പിൽ അവര് തൃപ്തിയാവണം, കണ്ട് കൊള്ളാം, നന്നായിരിക്കുന്നു. എനിക്ക് അങ്ങനത്തെ കുറച്ച് ഫീൽ ഗുഡ് സാധനങ്ങള്, സീരിയസ് സാധനങ്ങൾ, അത്ര എനിക്കിഷ്ടം. അങ്ങനത്തെ താല്പര്യം. സിനിമകൾ അപ്പൊ പോയി കാണാനും ഇഷ്ടപ്പെടുന്ന അത്തരം മൂവീസ് ആണോ? തീർച്ചയായിട്ടും. എൻ്റെ ഒരു പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ കോമഡി കാണുമ്പോ ചിരിക്കില്ല. അതെന്താ? ഭയങ്കര കുറവാ ചിരി എനിക്ക്. എന്താന്ന് മനസ്സിലാവുന്നില്ല എനിക്ക്. ഞാൻ ഇങ്ങനെ ഇരിക്കും, സ്റ്റക്കായിട്ട് ഇങ്ങനെ ഇരുന്ന് കാണും, പക്ഷെ എല്ലാരെ പോലെ എനിക്ക് ചിരി വരില്ല. ജഡ്ജായിട്ടൊക്കെ കൊണ്ടുപോകാത്ത കാര്യമായോ? ജഡ്ജിയായിട്ട് പോകുമ്പോഴൊക്കെ എന്നോട് അവിടുന്ന് പറയും, ഡയറക്ടർ പറയും, തസ്നിത്ത ഒന്ന് ചിരിക്കൂ. എനിക്ക് ചിരിയുണ്ട്, എനിക്ക് ഇഷ്ടമാണ് അത് ചെയ്യുന്നത്. ഭയങ്കര സന്തോഷിക്കുന്നുണ്ട്. ഞാൻ എന്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഉള്ളി പൊട്ടിച്ചിരിക്കുക. ഞാൻ അട്ടഹസിച്ച് ചിരിക്കില്ല. അത് ഭയങ്കര പ്രശ്നമാണത്. അയ്യോ, ഈ കോമഡി കാണുമ്പോ മാത്രമാണോ അത് അല്ലാണ്ട് ഇങ്ങനെ ചിരിയുടെ കാര്യം എങ്ങനെയാ? എനിക്കറിയില്ല മോളെ, അത് എന്താ സംഭവിച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ ചിരി വരാത്ത മനുഷ്യൻ സാർ ചിലർ എനിക്ക് കാര്യത്തിൽ എന്റെ മൈൻഡ് എപ്പോഴും പോകും. അപ്പൊ എല്ലാരും ചോദിക്കും, സോൺ ഔട്ട് ആവും. ഞാൻ സോൺ ഔട്ട് ആയത് ഞാൻ ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ അത് മൈൻഡ് വേറെ എന്താ പറയും. സ്കൂളിലൊക്കെ വെച്ചിട്ടേ ടീച്ചർമാർ എത്ര ചോക്കർ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം എനിക്ക്. ക്ലാസ് എടുക്കുമ്പോ ഇങ്ങനെ ഇരിക്കും, സ്വപ്നം കാണും. എന്ന് പറയാ, ചോക്ക് കിട്ടുമ്പോ അയ്യോ എന്താ ടീച്ചർ, മിസ് എവിടാണ്? ചിലപ്പോ ഒരു നിമിഷം കൊണ്ട് ഞാൻ അമേരിക്കയിലൊക്കെ പോകും. അയ്യോ, സ്വപ്നജീവിയായിരുന്നോ? അമേരിക്കയിലോ ദുബായിലൊക്കെ പോകും. ഇങ്ങനെ എന്താന്നറിയില്ല, ഇങ്ങനെ പോകും ഞാൻ. കണ്ണു തുറന്ന് ഒരുപാട് ആലോചനിക്കുന്ന ഒരാളാണ്. ഓവർ തിങ്കർ ആണോ? ഭയങ്കര ഒരു കാര്യമില്ലാത്താണ്, അട്ടർ വേസ്റ്റ് ആണത്. അതെ, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സമയത്ത് തന്നെ പല പല കാര്യങ്ങൾ ഇങ്ങനെ തലയിൽ കൂടെ നമുക്ക് ചിലപ്പോൾ ഭ്രാന്ത് പിടിക്കും. അട്ടർ വേസ്റ്റ്. തിങ്ക് ചെയ്ത് നിർത്തുന്ന നമുക്ക് തന്നെ തോന്നൂലേ? മോശ സ്വഭാവമാണത്. അല്ല, ഇത് തിങ്ക് ചെയ്യുന്നത് നിർത്തുന്നത് നമുക്ക് തന്നെ തോന്നൂലേ? ഇത് എന്തിനാ ഇത്ര അനാവശ്യമായിട്ട് ആലോചിച്ച് കൂട്ടുന്നതെന്ന്. നേരെ മറിച്ച് എന്റെ മനസ്സിന് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറോ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിലേക്ക് അങ്ങ് എഴുകി ചേർന്ന് പിന്നെ ഒന്നും ചിന്തിക്കില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ കുഴപ്പമില്ല ഇത് ചെയ്യാം എന്നുള്ളതൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ വേറെ പോയിക്കോളും. പക്ഷേ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ഇതിലെ തന്നെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് എങ്ങനെ നന്നാക്കണം, എൻ്റെ ഹീറോയിൻ എല്ലാവർക്കും നല്ല അഭിപ്രായം കിട്ടണം, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട്. ദേഷ്യം വരുമോ പെട്ടെന്ന്? അങ്ങനെ അത്ര പെട്ടെന്ന് ദേഷ്യം വരില്ല. ഒരുപാട് സഹിക്കും, ഞാൻ ക്ഷമിക്കും. പക്ഷെ അങ്ങനെയുള്ളവര് അവസാനം പൊട്ടിത്തെറിക്കും ഭയങ്കരമായിരിക്കും. പക്ഷെ ഭയങ്കരമായിട്ട് ഞാൻ
കൺട്രോൾ ചെയ്യും ഒരുപാട് കാര്യങ്ങൾ. അങ്ങ് അറ്റം വരെ ക്ഷമിച്ചിരിക്കുന്ന കൂട്ടത്തിലല്ലേ? ഇതിൽ എനിക്ക് ക്ഷമയൊന്നും വന്നിട്ടില്ല. എല്ലാവരും ഞാനങ്ങനെയൊന്നുമല്ല. പെട്ടെന്ന് ദേഷ്യം വരും. അയ്യോ ദേഷ്യം വരും. അപ്പൊ തന്നെ പറയും ഞാൻ. ഞാൻ ദേഷ്യം കേട്ടിട്ടുണ്ട്. ആണോ? അപ്പൊ തന്നെ ഞാൻ പറയും, ക്ഷമിച്ചിരിക്കുകയില്ല. അങ്ങനെ ഇരുന്നിട്ട് പക്ഷെ കാര്യം അങ്ങനെയുള്ളവര് ഇപ്പൊ വേഗം തണുക്കുകയും ചെയ്യും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഉള്ളിൽ ഇതില്ല. അങ്ങനെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ പറയും. അതെ, പറഞ്ഞാൽ അപ്പൊ തന്നെ തീരും. അപ്പൊ തന്നെ തീരും. ഞാൻ പിന്നെ ക്ഷമിച്ചിരിക്കില്ല. എന്റെ സെറ്റില് ഭയങ്കര കാമൻ ജോളിയായിരുന്നു. ജോളിയായിരുന്നു. എന്നാ നമ്മുടെ കാശല്ലേ. പിന്നെ ബീന ഉണ്ടായിരുന്നു, മോൻ വരും, മനോജ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ. പിന്നെ സ്നേഹ എന്ന് പറഞ്ഞ കുട്ടി നന്നായിട്ട് വർക്ക് ചെയ്തു. ഏതെങ്കിലും ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെയും അതെ, നീണ്ടു പോകും ഷൂട്ട്. ബീന ചേച്ചി, തസ്നീത്ത, നമ്മള് എത്ര വർഷമായിട്ട് ആ ഒരു കോംബോയിനെ കാണാം. എന്ത് ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പാണ്. എന്താണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് പെട്ടെന്ന് പറയാനുള്ളത്? ഞാനും അവളും തുടക്കകാലത്തെ ഉണ്ടല്ലോ. ഞാനാണ് സീനിയർ, ഞാൻ ആദ്യം വന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബീന വന്നത്. പക്ഷെ നമ്മൾ ഒരുമിച്ച് കുറച്ച് പടങ്ങൾ ആ കാലത്ത് ഹീറോയിന്റെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബീന നല്ല തിരക്കായി, നല്ല ബിസിയായി, സീരിയലിലൊക്കെ ഹീറോയിനായിട്ട് നന്നായിട്ട് വന്നു. ഞാൻ സിനിമ തന്നെ ഇടക്കിടക്ക് ഞാൻ സീരിയൽ കുറച്ച് വളരെ കുറവാണ് ആദ്യകാലങ്ങളിൽ ചെയ്തത്. കുറച്ച് ഏഷ്യാനെറ്റിൻ്റെ കുറച്ച് സീരിയൽസ്, സ്വരരാഗം, പിന്നെ അതേപോലെ ഗോകുലം, സമയം, അങ്ങനെ കുറേ നല്ല സീരിയൽ ഉണ്ടായിരുന്നു. പിന്നെ പടം കിട്ടി തുടങ്ങി. പിന്നെ അങ്ങനെ ഒരു കൊല്ലം 2 പടങ്ങളൊക്കെ ആയി. അങ്ങനെ പിന്നെ 2010 കാര്യസ്ഥം കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ബിസി ആയത്. ഞാൻ കുറച്ച് ബിസി ആയി തുടങ്ങിയത്. അതെ, ഈ കാര്യസ്ഥനിലെ സീൻ എന്റെ പൊന്നോ, എപ്പോ കണ്ടാലും ഇപ്പൊ സ്റ്റിക്കറുകൾ പോലും നമ്മൾ വാട്സപ്പിൽ ഇടുന്നുണ്ട്. സുരാജേട്ടനുമായിട്ടുള്ള ഒരു കോംബോ ഇപ്പോഴും അതെ. ആ സുരാജും ഞാനുള്ള ആ കോംബോ തന്നെ ഇപ്പത്തെ ലേറ്റസ്റ്റ് പാട്ടിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഉണ്ട്, പാട്ടിട്ടിട്ട് നിങ്ങൾ തമ്മിലുള്ള ഏത് പാട്ടിട്ടാലും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ആ മറ്റേ ഇതൊക്കെ എറിയുന്നതും റോക്കറ്റ് എറിയുന്നതും ഭയങ്കര എൻജോയ് ചെയ്തൊരു സെറ്റാന്ന് തോന്നുന്നല്ലോ. നല്ല സെറ്റായിരുന്നു. നല്ല എനിക്ക് കുറച്ച് ബ്രേക്ക് തന്ന പടം തന്നെയായിരുന്നു അത്. അതെ, അതിനകത്തും ഉണ്ടല്ലോ പിന്നെ ഈ സീരിയൽ ആർട്ടിസ്റ്റുകൾ എല്ലാവരും വരുന്ന ഒരു സോങ്ങും ഒക്കെ നല്ലതായിരുന്നു. ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ ഈ ഒരു നിങ്ങളുടെ ആ ഒരു കോംബോയിലുള്ള? ഏത് കാര്യസ്ഥനിലെ? കാര്യസ്ഥല് ഓരോ സീൻസും നല്ലതായിരുന്നു. ഞാൻ ആ ഒരു ഈ നമ്മുടെ അശോകേട്ടൻ വന്ന് പറയുന്നുണ്ട്, അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. സുരാജ് പടിപ്പുറത്ത് കയറുന്നുണ്ട്, അനുരാഗ വിലോചന പാട്ടില്ലേ, ആ സീനിൽ വന്ന് പറയുന്നുണ്ട്, അവിടെ വന്ന് കാത്തു നിൽക്കുന്നുണ്ട്. എൻ്റെ വിചാരം സുരാജ് കാശുകാരനാണെന്നാണ്. സുരാജിന്റെ വിചാരം ഞാൻ ഭയങ്കര വീട്ടിലെ പെങ്ങളാണ്. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണകളാണല്ലോ. അപ്പൊ ഞാനിങ്ങനെ പടിമേലെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഓടി അവിടുന്ന് സ്ലോ മോഷനിൽ വരുന്നുണ്ട്. അപ്പൊ അത് ഒരു വേറെ ഷോട്ടായിരുന്നു, സുരാജിന്റെ കൂടെ അല്ലായിരുന്നു. ആ ഷോട്ട് ഓടി വന്നു കഴിഞ്ഞ് സുരാജിനെ കാണണം, ആ എക്സ്പ്രഷൻ ഇടണം, നാണം കുടുങ്ങണം, ഇങ്ങനെ നാണിച്ചു പോകണം. അത്രയും ഒറ്റയ്ക്ക് സുരാജിന് അല്ലാതെയാണ് ചെയ്യുന്നത്. അത് ചെയ്തു കഴിഞ്ഞപ്പം നെക്സ്റ്റ് സുരാജിനോട് പറഞ്ഞ്, തെസ്നി ചെയ്തതിന്റെ അതേ ഓപ്പോസിറ്റ് ആണ് ഇനി സുരാജിന് ചെയ്യാനുള്ളത്. അപ്പൊ അത് തെസ്നി ചെയ്തത് എന്തൊക്കെയാണ്. അപ്പൊ സുരാജ് അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യണില്ല. പക്ഷെ സുരാജ് ഭയങ്കര ഗംഭീരമായിട്ട്, ഞാൻ എക്സ്പ്രഷൻ ഇട്ട് സുരാജ് കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ സുരാജ് അത് ഗംഭീരമായിട്ട് അത് ചെയ്തു. അതെ, എല്ലാ സ്റ്റിക്കറും നിങ്ങളുടെ ഇത് വെച്ചിട്ട് എത്ര പുതിയ പുതിയ പാട്ടുകൾ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ വീഡിയോ ഒരെണ്ണം വരും. അതിനകത്ത് ഇതേപോലെ അല്ലേ സലീം കുമാർ ഏട്ടനാണെങ്കിൽ ഇതേപോലെ മറ്റേ ചെടി പറിച്ചിട്ട് ഇങ്ങനെ സിസ്റ്റർ ആണല്ലോ. അതെ, അതൊക്കെ നല്ലൊരു മൊമെന്റ് തന്നെ ആയിരുന്നു എനിക്ക്. അതെ. അപ്പോ നമ്മുടെ ഇസ്തിരിയിലേക്ക് വരാം. ഇസ്തിരിയിലേക്ക് വരാനാണെങ്കിൽ ഇസ്തിരിയിൽ ഇതേപോലെ മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് എന്തായിരിക്കും? ഇസ്തിരിയില് മറക്കാൻ പറ്റാത്ത എന്താണുള്ളത്? നമ്മുടെ ഷൂട്ട് സമയത്ത് തന്നെ ഇതിലെ ഒരു വില്ലനായിട്ട് ഒരാൾ പയ്യനെ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ഈ പയ്യന് ഒരു പ്രശ്നം എന്താ വെച്ചാൽ സ്പെക്സ് വെക്കുന്ന കുട്ടിയാണ്. ഈ സ്പെക്സ് എടുത്തു കഴിഞ്ഞാൽ കണ്ണിങ്ങനെ കിടന്ന് അടയും. ഒരു കാരണവശാലും ക്യാമറയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. നമുക്കാണെങ്കിൽ പെട്ടെന്ന് തീർക്കും വേണം. 2ാമത്തെ ദിവസമാണ് ഇത് എടുക്കുന്നത്. ഞാൻ പ്ലീസ് അത് കണ്ണടക്കാതെ ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരുപാട് ടേക്കുകൾ പോയി അല്ലേ? അത് ഒരുപാട് ടേക്ക് പോയി. എപ്പോഴൊക്കെ ഇങ്ങനെ അവിടെ മരിച്ചിട്ട് കൊണ്ട് കിടത്തുന്നില്ല, ആ സമയത്ത് കണ്ണടയ്ക്കും. കണ്ണിന് റെസ്റ്റ്. അതാണ് നിങ്ങൾ മരിച്ചെടുക്കുന്ന ഷോട്ട് ഇച്ചിരി നേരം മാത്രം പിന്നെയും പറഞ്ഞു, എടാ നീ കണ്ണടക്കരുതെന്നില്ല. അപ്പൊ ഇങ്ങനെ കിടക്കും. പിന്നെ ക്യാമറ പിന്നെ ഇങ്ങനെ കണ്ണടയ്ക്കും. ആ പയ്യന്റെ സീൻസിൽ കുറച്ച് ഞാൻ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുറേ ടേക്കുകളൊക്കെ എടുത്തു. പക്ഷെ
നമ്മൾ എല്ലാം കഴിഞ്ഞ് ഡബ് ചെയ്ത് കഴിഞ്ഞ് പുറത്ത് വന്നപ്പം ആ പയ്യൻ വളരെ നന്നായി തോന്നി. അത് ശരിക്കൊരു അത്ഭുതം തന്നെ തോന്നിപ്പോയി. നമ്മൾ കോളനിയാണ് ഷൂട്ട് ചെയ്യുന്നത്. റിയൽ ആയിട്ട് ഇവിടെ കൊച്ചിയിലാണോ? നമ്മളിവിടെ തമ്മനത്ത്. അതെ. അപ്പൊ നിങ്ങള് മറ്റേ എന്റെ വീട്ടില് ജോലിക്കൊക്കെ വരുന്നത് ശാന്തമ്മ ചേച്ചിയുണ്ട്. ചേച്ചിയുടെ വീടാണത്. നമ്മുടെ സന്ധ്യയുടെ വീടായിട്ട് കാണിക്കുന്നത്. ഈ അതിനകത്തെ അതേപോലെ ഈ സന്ധ്യയുടെ അനിയത്തി സ്നേഹ UK അബ്രോഡ് പോകാൻ വേണ്ടിട്ടൊരു ഇത് നടത്തുന്നുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് ഒത്തിരി ആളുകളൊക്കെ വന്നിട്ടുണ്ട്. കോളനിയിലെ പിള്ളേരാണ്. അല്ല, ഇവര് വെറുതെ വന്ന എല്ലാരും ഭയങ്കര സഹകരണമായിരുന്നു. അത് ഞാൻ ആലോചിച്ചു, ഇത്രയും ഒരു ഷോർട്ട് ഫിലിമിനൊക്കെ അത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ അടുത്തുള്ളവരോടൊക്കെ മക്കളെ വന്ന് നിക്കുന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാരും കൂടി വന്ന് നിന്നതാണത്. അതെ, നല്ല സഹകരണമുണ്ട് കോളനിയിലെ ആൾക്കാർക്ക്. നല്ല കോപ്പറേറ്റീവ്. അതേപോലെ സിദ്ദിഖ് സാറാണ് പൂജയ്ക്ക് വന്നത്. സിദ്ദിഖ് സാറിനോട് ഞാൻ കഥ പറഞ്ഞു, ഇങ്ങനെ ചെയ്യാൻ നല്ല കാര്യം, ട്രൈ ചെയ്യും, നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ പൂജയ്ക്ക് ഞാനും സന്ധ്യയും കൂടി സിദ്ദിഖ് സാറിനെ പോയി വിളിച്ചു. സാറ് വന്നു, പൂജയ്ക്ക് വന്ന് ഫസ്റ്റ് ക്ലാപ്പ് അടിച്ചു. ഇനി തെസ്നി തുടങ്ങിക്കോ എന്ന് കൈ തന്നു. അത് കഴിഞ്ഞ് എല്ലാ എഡിറ്റിങ്ങും ഡബ്ബിങ്ങും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഇതും കൊണ്ട് ഞാനും സന്ധ്യയും കൊണ്ടും സിദ്ദിഖ് സാറിൻ്റെ വീട്ടിൽ പോയി ഇത് ഫുൾ കാണിച്ചു കഴിഞ്ഞ് സാർ ഇങ്ങനെ ഫുൾ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നെ നോക്കിയിട്ട് കൈ തരാൻ പറഞ്ഞു. എനിക്കും സന്ധ്യക്കും കൈ തന്നു. ഇനി ധൈര്യമായിട്ട് മുമ്പോട്ട് പോയിക്കോട്ടോ എന്ന് പറഞ്ഞു. അതൊന്നും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. സിദ്ദിഖ് സാർ, ഡയറക്ടർ സിദ്ദിഖ് സാർ. അപ്പോൾ ആ സമയത്ത് അന്നായിരുന്നു നമ്മുടെ മൂവിയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞത്. അതെ. അപ്പൊ ശരിക്കും ഇപ്പം ആ ഒരു സങ്കടം കാണും അല്ലേ, ഇപ്പൊ നമ്മള് വീണ്ടും? തീർച്ചയായിട്ടും ഭയങ്കര സങ്കടമുണ്ട്. അതെ, അങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ അങ്ങനെയാണല്ലോ ഇത്ത ലൈഫ്. അതെ 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 അല്ലേ? അതെ. അതൊക്കെ ഞങ്ങൾക്ക് എപ്പോഴൊരു ഓർമ്മയാണ് ഇതിന്റെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഞാനും വെയിറ്റിംഗ് ആണ് കാണാനായിട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.